HPLC പമ്പ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. HPLC പമ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇൻസ്ട്രുമെൻറ്റേഷനിലുള്ളത്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് പാസ്ഡ് അണ്ടർ എ പ്രഷർ ടു കോളം വിത്ത് ഹെൽപ്പ് ഓഫ് എ പമ്പ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫേസ് സെലക്ട് കഴിഞ്ഞ ശേഷം ഇതെന്താ ഈ മൊബൈൽ ഫേസിനെ കോളത്തിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പ്സ് യൂസ് ചെയ്യുന്നു. ദ മോസ്റ്റ് HPLC പമ്പ്സ് ഹാവ് outputs of the least 1000 psi and preferably 4000 to 6000 psi pounds per square inch. അതാണ് PSI പ്രഷറിൻ്റെ യൂണിറ്റ്. വിത്ത് എ ഫ്ലോ ഡെലിവറി റേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 ml per minute. The pumps used in HPLC should satisfy the following condition. The first one is it should generate pressure in a range of 4000 to 6000 psi. They should provide continuous or pulse-free flow of the mobile phase, and they should produce the flow rate ranges from 0.1 to 10 ml per minute. They should provide a flow control and flow reproducibility of 0.5% or better. They should have corrosion resistant components made up of stainless steel or Teflon or sapphire. അപ്പോൾ മെയിനായിട്ട് 3 types ഓഫ് പമ്പ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് പമ്പ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് ന്യൂമാറ്റിക് പമ്പ്. ദെൻ നമുക്ക് ഫസ്റ്റ് എന്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്താണെന്ന് നോക്കാം. The majority of the commercially available HPLC system make use of the reciprocating pump. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, എന്താ ഫിഗർ കൊടുത്തിട്ടുണ്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. This pump is consisting of a piston provided in a syringe type of chamber. The chamber is consisted of 2 ball check valve on 2 ends, and the check valve open and close alternatively. The solvent is direct contact with the piston. അപ്പോൾ അവിടെ ഒരു റെഡ് കളേർഡ് കാണിച്ചിട്ടുള്ളതാണ് പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് പറയുന്നത് ബീക്ക് മേക്ക് സെൻട്രലായിട്ട് റെഡ് കളർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷനാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ when the piston is drawn back, ball check valve 1 and 2 occupy the position A and B. അപ്പോൾ ആദ്യം എന്താ ബോൾ ചെക്ക് വാൾവ് പൊസിഷൻ എയിലും ബിയിലുമാണ് ഉണ്ടാവുക. ദെൻ ഈ പിസ്റ്റൻ്റെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ദ ചെക്ക് വാൾവ് occupy the position A' and B'. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ ഡ്രോൺ ബാക്ക് സമയത്ത് എന്താണ് ബോൾ ചെക്ക് വാൾവ് പൊസിഷൻ എയിലും പൊസിഷൻ ബിയിലുമാണ് ഉണ്ടാവുക. ദെൻ അത് എന്താ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് A' B' വന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? A' B' ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദ മൊബൈൽ ഫേസ് ഫ്രം ദ ചേംബർ 1 എൻ്റർ ചേംബർ 2. എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫേസ് ചേംബർ 1 നിന്ന് ചേംബർ 2 മൂവ് ചെയ്യുന്നു. ദ വോളിയം ഓഫ് ദ മൊബൈൽ ഫേസ് ഡിസ്ചാർജ് ഫ്രം ദ പമ്പ് പെർ യൂണിറ്റ് ടൈം ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ആൾട്ടറിങ് ദ ഡിസ്റ്റൻസ് ദാറ്റ് പിസ്റ്റൺ ട്രാവൽ. പിസ്റ്റൺ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൊബൈൽ ഫേസിൻ്റെ. ഓക്കെ, when the piston is withdrawn, again the fresh mobile phase enter chamber 1 and valve 2 comes at the position B, but still the mobile phase from the chamber 2 does not enter the column. Okay, then എന്താ പറഞ്ഞിരിക്കുന്നത്? പിസ്റ്റൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ വാൾവ് എന്ത് ചെയ്യുന്നു? ഈ പൊസിഷൻ ബിയിലേക്ക് എത്തുന്നു. വാൾവ് പൊസിഷൻ ബിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല? ഈ ചേംബർ 1 നിന്ന് ചേംബർ 2 എന്ത് വരില്ല? മൊബൈൽ ഫേസ് വരില്ല. അപ്പോൾ ആ സമയത്ത് എന്താ
ബി ക്ലോസ്ഡ് ആയിരിക്കും, എ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഫ്രഷ് മൊബൈൽ ഫേസ് വീണ്ടും ചേംബർ 1ലേക്ക് എത്തുന്നു. Since there is no force, when the piston direction is reversed, mobile phase from the chamber 1 enters to chamber 2. വീണ്ടും നമ്മൾ പിസ്റ്റൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ചേംബർ 1ൽ നിന്ന് മൊബൈൽ ഫേസ് 2ലെത്തുന്നു, വിച്ച് പുഷസ് ദ മൊബൈൽ ഫേസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ ദ ചേംബർ 2. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മൊബൈൽ ഫേസ് ചേംബർ 1ൽ നിന്ന് വീണ്ടും ചേംബർ 2ലേക്ക് പോകുന്ന സമയത്ത് ചേംബർ 2ൽ മുന്നേ ഉണ്ടായിട്ടുള്ള മൊബൈൽ ഫേസ് എന്ത് ചെയ്യുന്നു, കോളത്തിലേക്ക് മൂവ് ചെയ്യുന്നു. Thus, when the mobile phase enters the chamber 1, there is no mobile phase going out of the column. When the mobile phase is entering to the column, chamber 1 is empty. This is the reason for the pulse flow of the mobile phase in the reciprocating pump. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ആ പിസ്റ്റൻ്റെ ചേഞ്ചാണ്. പിസ്റ്റൺ നമ്മൾ കാറ്റടിക്കുമ്പോൾ കാറ്റ് മൂവ് ചെയ്യുന്നില്ലേ, സൈക്കിളിലൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് പ്രഷർ മൂവ് ചെയ്യുന്നില്ലേ, ആ പിസ്റ്റണിൻ്റെ മുകളിലോട്ട് പൊക്കുമ്പോൾ താക്കുമ്പോൾ. അപ്പോൾ മുകളിലോട്ട്, അതായത് ഒരു സിറിഞ്ചിലേക്ക് നമ്മൾ വെള്ളം മരുന്നെടുക്കുന്ന സമയത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്ര വോളിയം വേണമെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ആ സിറിഞ്ചിലേക്ക് പർട്ടിക്കുലർ വോളിയം മെഡിസിൻ നമുക്ക് വിഡ്രോൺ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് വോളിയം മരുന്ന് നമുക്ക് വിഡ്രോൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ഒരു സിറിഞ്ച് തന്നെയാണ്, സിറിഞ്ചായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ചേംബർ 1ലേക്കും ചേംബർ 2ലേക്കും ഈ മൊബൈൽ ഫേസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു. ഇതാണ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വോളിയം ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് സ്മോൾ. ദിസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഗ്രേഡിയൻറ്റ് ഡില്യൂഷൻ വിച്ച് റിക്വയർ റിമൂവൽ ഓഫ് വൺ മൊബൈൽ ഫേസ് ഫ്രം ദ പമ്പ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ അനദർ വൺ. ഓക്കെ, നമ്മൾ ഗ്രേഡിയൻറ്റ് ഡില്യൂഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ ആ ടൈപ്പിലുള്ള ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഹെൽപ്ഫുള്ളാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പ്രൊഡ്യൂസ് pulsed flow. If proper measures are not taken, the pulsed flow from this pump is not considered to be major drawback. This since the pulsed flow can be easily converted to pulse-free flow. Okay. അപ്പോൾ ഇത്രയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.